വാരാചരണത്തോടനുബന്ധിച്ച് വൈക്കം BRCയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിളംബര ജാഥ വൈക്കം SHO ശ്രീ M. ജയകൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. വാരാചരണം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വൈക്കത്തെ BRCയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു വിളംബര ജാഥ ആരംഭിക്കുകയും ഇവിടെ ഇത് സമാപിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ മക്കൾ വളരെ ഭിന്നശേഷിക്കാരായ മക്കൾ, ആ മക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരുടെ രക്ഷകർത്താക്കളും നമ്മുടെ ഈ അധ്യാപകരും ചേർന്നുകൊണ്ട് എത്ര മഹത്തായ രീതിയിലാണ് ഇന്ന് ഈ കുട്ടികൾ വളരെ നന്നായി കൈകാര്യം ചെയ്ത് ഇവിടെ അധ്യക്ഷ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ശ്രമമാണ് നാം നടത്തുന്നത്. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഭിന്നശേഷി കുട്ടികളോടുള്ള ഒരു വലിയ താങ്ങും തണലും കരുതലുമായിട്ടാണ് നമ്മളെല്ലാം അതിനെ കാണുന്നത്. വിളംബര ജാഥയുടെ സമാപന സമ്മേളനം വൈക്കം മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലേഖ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നു. നമുക്ക് ഇന്നിവിടെ ഒരു ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 1 മുതൽ 10 വരെ നടക്കുന്ന ഈ പരിപാടിയുടെ വിളംബര ജാഥയാണ് ഇന്നിവിടെ ഉദ്ഘാടനം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികളെ ഏറ്റവും മറ്റുള്ള കുട്ടികളോടൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ടീച്ചേഴ്സും എല്ലാം വളരെ ഭംഗിയായിട്ട് ശ്രമിച്ച വീടുകളിൽ പോലും പോയിരുന്ന് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞ ദിവസവും ഞങ്ങളൊരു വീട്ടിൽ പോയിരുന്നു. വളരെ നന്നായിട്ട് ആ കുട്ടി വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ സാധിച്ചു. പിന്നെ ഇവരുടെ ക്ലാസ്സുകളിലുമൊക്കെ ഞാൻ മിക്കവാറും പങ്കെടുക്കാറുണ്ട്. അവർ വളരെയധികം പുരോഗതി അവരുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. മറ്റു കുട്ടികളോടൊപ്പം തന്നെ എത്തിക്കാനുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ശ്രമവും വലുതാണ്. അത് മിക്കവാറും അത് പൂർണ്ണമായിട്ടും അതിൻ്റെ വിജയത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ PG സുഭാഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ശ്രീ അശോകൻ വെള്ളാവേലി, SMSN സ്കൂളിലെ അധ്യാപകനായ ശ്രീ സുരേഷ്, വൈക്കം BRCയുടെ BPC ശ്രീമതി സുജ വാസുദേവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. BRCയുടെ ട്രെയിനറായ ശ്രീമതി MR രാധിക നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ശ്രീനാരായണ മെമ്മോറിയൽ സത്യാഗ്രഹ സ്മാരക സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോഗ് സമ്മേളനത്തിന് മാറ്റുകൂട്ടി. ഈ സമാപന സമ്മേളനം നേരത്തെ പറഞ്ഞതുപോലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണാ പ്രവർത്തനങ്ങൾ അവർക്ക് നൽകുക എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം. അവർക്കും എല്ലാം സാധിക്കും, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്ന സന്ദേശമാണ് ഇത്. ഈ ഒരു ദിവസമോ ഒരു മാസമോ ഒരാഴ്ചയോ അല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു സന്ദേശമാണ് എന്ന് മാത്രം. ചടങ്ങ് എന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ വൈക്കം SMSN ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബാണ് ഇതിനുശേഷം നമ്മൾ കാണാനൊരുങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെടാതെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ നമ്മളോട് ചേർത്ത് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ BRC അധികൃതരും സ്കൂൾ അധികൃതരും ചേർന്ന് നടത്തി വരുന്നത്. വിഷൻ ന്യൂസ് വൈക്കം.